കുടുംബ ജീവിതത്തിൻ്റെ നിർണായകമായ ചിന്തകളിലൂടെയാണ് ഈ നാളുകളിൽ അച്ഛൻ ചിന്തകൾ പങ്കുവച്ചത്. അതിൻ്റെ തുടർച്ചയായി പങ്കുവെക്കാനുള്ള ഒരു ചിന്ത കൂടിയാണ് സമാധാനം. സ്വാതന്ത്ര്യം, സാമീപ്യം, സുരക്ഷിതത്വം, സംതൃപ്തി, സമാധാനം. എന്താ സമാധാനം? ഒരു കാരണവശാലും സമാധാനക്കേട് ഞാനെന്ന മരുമകൾ വീട്ടിലുണ്ടാക്കരുത്. ഒരു കാരണവശാലും ഞാനെന്ന ഭർത്താവ് എൻ്റെ ഭാര്യയുടെ സമാധാനം തകർക്കരുത്. സമാധാനം സ്ഥാപിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്തിനും ഏതിനും കുറ്റം പറയുന്ന പ്രവണതയുള്ള ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാൻ പറ്റുകയില്ല. എന്തിനും ഏതിനും പരാതി വരുന്ന ഭാര്യയ്ക്ക് ഭർത്താവിന് സമാധാനം കൊടുക്കാൻ പറ്റുകയില്ല. ഒറ്റ കാര്യം, ഭക്ഷണം തന്നെ എടുക്കുക. ഭാര്യ എന്ത് ഉണ്ടാക്കി വെച്ചാലും കുറ്റം. കോവയ്ക്ക വെന്തുപോയി, മീൻ കരിഞ്ഞു പോയി, രസത്തിന് എരിവാണ്, ചോറിന് വേവ് കൂടുതലാണ്, കഞ്ഞിവെള്ളം കൊഴുത്തുപോയി, പപ്പടം ശരിക്കും പൊരിഞ്ഞില്ല. ഇതെല്ലാം മനസ്സ് മൊത്തം വെട്ടി വിഴുങ്ങുന്ന ആണുങ്ങളെ കാണാം. എന്നാൽ പിന്നെ മിണ്ടാതെ കഴിച്ചില്ല, എന്നിട്ട് പോയപ്പോരെ. കഷ്ടപ്പെടുന്ന ഭാര്യയുടെ സമാധാനം നശിപ്പിക്കുന്ന വാക്ക് എന്തിനാ പറയുക? അതുപോലെ സ്ത്രീ ഭർത്താവിൻ്റെ സമാധാനം നശിപ്പിക്കുന്നു. വെറുതെ എപ്പോഴും കമൻ്റേ ഉള്ളൂ. അല്പം വൈകിപ്പോയാൽ ഞാൻ വൈകിട്ട് വേറെ വല്ല പെണ്ണുങ്ങളെയും കാണാൻ പോയതായിരുന്നു. ഫോൺ വിളിച്ചാൽ നീണ്ട ഫോൺ വിളിയാണല്ലോ, ഒരു ഇക്കിളി എടുക്കുന്ന ഫോൺ വിളി, എനിക്ക് മനസ്സിലായി ആർക്കാണെന്ന. ഇങ്ങനത്തുള്ള ചൊറിഞ്ഞ വർത്താനം വരുന്ന പെണ്ണുങ്ങളുണ്ട്, സംശയ രോഗികൾ. അവർ സമാധാനം നശിപ്പിക്കും. സമാധാനം സ്ഥാപിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. സമാധാനം തകർക്കുന്ന വർത്തമാനമോ നോട്ടമോ പെരുമാറ്റമോ കമൻ്റോ കൊണ്ടോ മിണ്ടാതിരിക്കുക. ഞാൻ പറയുന്ന വാക്കുകൊണ്ട് ആർക്കെങ്കിലും മുറിവുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ മൗനം പാലിക്കുന്ന ഭർത്താവാകണം, ഭാര്യയാകണം. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ചില തെറ്റുപറ്റി, ഏത് സമയവും അത് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ശല്യപ്പെടുത്തരുത്. തിരുത്തണം, ഇടയ്ക്ക് മൗനം പാലിക്കണം. അല്ലെങ്കിൽ എപ്പോൾ ഒരു പ്രായമുള്ള അമ്മായിയമ്മ എപ്പോഴും മരുമകളുടെ കുറ്റവും പറഞ്ഞ് ആ മരുമകളെ എപ്പോഴും മകൻ്റെ മുമ്പിൽ മോശമായി കാണിക്കുന്നുണ്ട്. ഒരു അമ്മായിയമ്മ നടത്തരുത്, ആരും കുടുംബത്തിൽ നടത്തരുത്. അല്ലേ പറയുക, സ്ത്രീ പറയുക, ഓ കെട്ടിയവൻ്റെ അപ്പനും അമ്മ എനിക്കൊരു ഭാരമാണ്, നമുക്കിവിടുന്ന് മാറിയേക്കാം, അങ്ങ് മാറി താമസിയേക്കാം, ഇവർ ജീവിച്ചാലും ചത്താലും എനിക്കൊന്നുമില്ല, എനിക്ക് എൻ്റെ സുഖം, എൻ്റെ സന്തോഷം. അന്യയെപ്പോലെ ഭർത്താവിന് വീട്ടിൽ ഭാര്യ പെരുമാറരുത്. അതുപോലെ ഭാര്യയുടെ അപ്പനോ അമ്മയ്ക്കോ ഒരസുഖം വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും ബാധിക്കുന്നില്ല, അവൾക്ക് അവളുടെ വഴി എന്ന രീതിയിൽ ഒരു അന്യയായി ഭാര്യയെ കാണരുത്. സമാധാനം നമ്മൾ ചുറ്റുപാട് സൃഷ്ടിക്കണം. അങ്ങനെ സമാധാനം സ്ഥാപിക്കുമ്പോൾ എത്ര ഹൃദ്യമായിട്ടാണ് ഒരു ഭാര്യയെ ഭർത്താവിന് ഉൾക്കൊള്ളാൻ പറ്റുക, എത്ര ഹൃദ്യമായിട്ടാണ് ഭർത്താവിനെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുക, എത്ര ഹൃദ്യമായിട്ടാണ് നാത്തുമാർ സ്വീകരിക്കും, അമ്മായിയമ്മ സ്വീകരിക്കും. ആ ഒരു രീതി നമുക്ക് വേണം. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയുമ്പോൾ മുറിവുറുപ്പും വെറുവെറുപ്പും സ്വാഭാവിക അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുക മനുഷ്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓർക്കണം, അതിനപ്പുറത്തേക്ക് ഒരു കുടുംബത്തെ നേടാൻ വേണ്ടി ദൈവം വിട്ടതാണ്. ആ കുടുംബത്തെ നേടുവാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നുള്ള മനസ്സ് എപ്പോഴും ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ പണിയുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, മുറ്റമടിച്ച് വാരുമ്പോഴൊക്കെ സ്ത്രീ ഓർക്കണം, ഒരു പ്രാർത്ഥനയോടുകൂടി അതൊക്കെ ചെയ്യാൻ പറ്റും. നല്ല വിശുദ്ധരായ സ്ത്രീകൾ പാത്രം തേച്ച് കഴുകുമ്പോൾ പ്ലാസ്റ്റിക് ബ്രഷും ഒപ്പം ബിമ്മും ഒക്കെ ഇട്ട് പാത്രം തേച്ച് കഴിയുമ്പോഴും പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവമേ, ഓരോന്നും കഴുകുമ്പം പറയും, അമ്മായിയമ്മയുടെ തലതിരിവിനും നാത്തുവിൻ്റെ മാനസാന്തത്തിനും ഭർത്താവിൻ്റെ വീണ്ടെടുപ്പിനും കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കും വേണ്ടി ഈ ചെളി, ഈ പുക, ഈ കരി, ഈ ക്ലാവ് ഇങ്ങനെ പോട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴുകുന്നവരുണ്ട്. നിങ്ങൾക്കും ഉണ്ട് കരിയും ചെളിയും പുകയും പിടിച്ച പാത്രം, പ്ലാസ്റ്റിക് ബ്രഷും നല്ല കഴുകാനുള്ള പൊടിയും എല്ലാം ഉണ്ട്. എത്ര പേര് പാത്രം തേച്ച് കഴുകുമ്പം പ്രാർത്ഥിക്കും, കെട്ടിയവൻ്റെ തലതിരിവിനും അമ്മായിമ്മയുടെ മനംതിരിവിനും നാത്തുവിൻ്റെ മാനസാന്തത്തിനും കുഞ്ഞുങ്ങളുടെ വീണ്ടെടുപ്പിനും ഈ ചെളി, ഈ പുക, ഈ കരി, ഈ ക്ലാവ് ഇങ്ങനെ പോട്ടെന്ന് എത്ര പേര് പറയും? നിങ്ങൾ പറയും, മുടിഞ്ഞ ഇടപാട്, ഒടുക്കത്തെ പണി, അവസാന മുഖം ഒടുങ്ങി പോകുന്നേ ഉള്ളൂ. ഈ വാക്ക് പറയും. നമ്മുടെ സംസാരങ്ങളിൽ മിതത്വം പാലിച്ച്
സമാധാനം സ്ഥാപിക്കണം. നമ്മുടെ നോട്ടങ്ങളിൽ, നടപ്പുകളിൽ, എടുപ്പുകളിലൂടെ സമാധാനം സ്ഥാപിക്കണം. ഓരോ നിമിഷവും സമാധാനം സ്ഥാപിക്കുന്ന നല്ല മക്കളായി ജീവിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം വിളിക്കുന്നു. ആ കൃപയിൽ നമുക്കായിരിക്കാം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കാം. നന്ദി, നമസ്കാരം.